ഹായ് മക്കൾസ്, നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബൈനോമിയൽ നോമൻക്ലേച്ചറിനെ കുറിച്ചാണ്. ബൈനോമിയൽ നോമൻക്ലേച്ചർ നിങ്ങൾ 7ാം ക്ലാസ്സിൽ ബൈനോമിയൽ നോമൻക്ലേച്ചറെ കുറിച്ച് പഠിക്കാൻ ചാൻസ് ഇല്ല. പക്ഷേ 8ാം ക്ലാസ്സിൽ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള ഒരു ടോപ്പിക്കാണ് ബൈനോമിയൽ നോമൻക്ലേച്ചർ. ഓക്കെ, അതായത് ദിനാമ പദ്ധതി എന്നൊക്കെ മലയാളത്തിൽ പറയും. അതായത് എന്താണ്, നമ്മുടെ നാട്ടിൽ പല ജീവികൾക്കും പല പേരാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു കടുവെന്ന് തന്നെ എടുക്കുക. കടുവ അല്ലെങ്കിൽ പുലിയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ജീവി. അതിപ്പോൾ നമ്മുടെ നാട്ടിൽ കടുവക്ക് കടുവ എന്ന് പറയും. തൊട്ടപ്പുറത്തെ ഒരു സംസ്ഥാനമുണ്ട് തമിഴ്നാട്. തമിഴ്നാട്ടിൽ കടുവക്ക് എന്താ പറയുക എനിക്കറിയില്ല. ഇനി കർണാടകയിൽ എന്താ പറയുക അറിയില്ല. ഗോവയിൽ എന്താ പറയുക, മഹാരാഷ്ട്രയിൽ എന്താ പറയുക. അങ്ങനെ ഇന്ത്യയിൽ തന്നെ പല സംസ്ഥാനങ്ങളും ഒരു ജീവിക്ക് പല പേരുകളാണ്. ഇനി ലോകത്തിന്റെ പല ഭാഗത്തും ഈ ജീവിക്ക് പല പല പേരുകളായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളിപ്പോൾ ഒരു 4-5 ശാസ്ത്രജ്ഞന്മാർ, വ്യത്യസ്ത രാജ്യങ്ങളിലുള്ള 4-5 ശാസ്ത്രജ്ഞന്മാർ ഇങ്ങനെ ഒരുമിച്ച് കൂടിയിട്ട് ഒരു പരീക്ഷണത്തിന് വേണ്ടിയിട്ട് ഒരു സ്പീഷീസിനെ സെലക്ട് ചെയ്യാണ്, ഒരു ജീവിയെ സെലക്ട് ചെയ്യാണ്. അപ്പോൾ അതിൽ ഒരാൾ പറയാണ് ഞാൻ ഇന്ന ജീവിയെ സെലക്ട് ചെയ്തു. അപ്പോൾ അയാൾ പറഞ്ഞ കാര്യം മറ്റേ ആൾക്ക് മനസ്സിലാവില്ല. ഇപ്പൊ ലൈക്ക് ഞാൻ എന്ത് ചെയ്യുന്നു, ഞാനൊരു എലിയെ സെലക്ട് ചെയ്യുന്നു. അപ്പൊ എലി എന്നുള്ളത് ഒരു ചൈനക്കാരന് മനസ്സിലാവോ ഇല്ല, ജപ്പാനുകാരന് മനസ്സിലാവോ ഇല്ല, ഫ്രാൻസുകാരന് മനസ്സിലാവോ ഇല്ല. അപ്പൊ സ്വാഭാവികമായിട്ട് അവർക്കിടയിൽ ഒരു കൺഫ്യൂഷൻ വരും. ഈ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശാസ്ത്രലോകം എന്ത് ചെയ്തു, ജീവികൾക്ക് ശാസ്ത്രീയമായിട്ട് ഒരൊറ്റ പേര് കൊടുക്കുന്ന ഒരു പരിപാടി ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതാണ് ബൈനോമിയൽ നോമൻക്ലേച്ചർ അഥവാ ദിനാമ പദ്ധതി, സയന്റിഫിക് നെയിമിംഗ് കൊടുക്കുന്ന പരിപാടി. ഓക്കെ, ഇറ്റ് വാസ് കാൾ ലിനേഴ്സ് ആണ് ഇത് എന്ത് ചെയ്തത്, ഡെവലപ്പ് ചെയ്തത്. ഹു ഡെവലപ്ഡ് ദ മെത്തേഡ് ഓഫ് നെയിമിംഗ് ഓർഗാനിസം സയന്റിഫിക്കലി. കാൾ ലിനേഴ്സ് എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞനാണ് എന്ത് ചെയ്തത്, ജീവികൾക്ക് ശാസ്ത്രീയമായിട്ട് പേരിടുന്ന പരിപാടി ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഈ ശാസ്ത്രീയമായിട്ട് പേരിടുക എന്ന് പറയുമ്പോൾ ഈ ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്ന് പറയുമ്പോൾ ആ പേരിൽ തന്നെ ഉണ്ട് ബൈ എന്ന് പറഞ്ഞാൽ എത്ര, 2 എന്നല്ലേ. അപ്പോൾ ബൈനോമിയൽ എന്ന് പറയുമ്പോൾ അതിൽ 2 വാക്ക് വേണം. പേരിടുമ്പോൾ വെറുതെ പേരിടാൻ പറ്റില്ല, അതിനൊരു ക്രൈറ്റീരിയകളുണ്ട്. 2 വാക്ക് വേണം ആ പേരിൽ. ഇതാ ദി സയന്റിഫിക് മെത്തേഡ് ഓഫ് നെയിമിംഗ് വേർ ദ ജീനസ് നെയിം കംസ് ഫസ്റ്റ്. അതിൽ ആ 2 വാക്കിൽ ജീനസ് നെയിം ഫസ്റ്റും വരണം, ആൻഡ് ദ സ്പീഷീസ് നെയിം ഈ സെക്കൻഡ്. സ്പീഷീസ് നെയിം എന്തും വരണം, സെക്കൻഡും വരണം. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ പിന്നെ പേരെന്താണ്, ഫാസിൽ അറക്കൽ. അപ്പോൾ അവിടെ എന്തുണ്ട്, 2 വാക്കുണ്ട്, ഫാസിലുണ്ട് അറക്കലുണ്ട്. ഇപ്പോൾ ദുൽഖർ സൽമാൻ 2 വാക്കുണ്ട്. അതുപോലെ ജീവികൾക്ക് പേരിടുമ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ 2 വാക്ക് ചേർത്തിട്ട് വേണം പേരിടാൻ. അതിൽ ഫസ്റ്റ് വാക്ക് എപ്പോഴും ആ ജീവിയുടെ ജീനസ് ഏതാണോ അതായിരിക്കണം ഫസ്റ്റ് വാക്ക്. സെക്കൻഡ് വാക്ക് ആ ജീവിയുടെ സ്പീഷീസ് ഏതാണോ അതായിരിക്കണം സെക്കൻഡ് വാക്ക്. അത് അങ്ങനെ തന്നെ ആവണം. ഓക്കെ, അപ്പോൾ ഇതാണ് എന്താണ് സയന്റിഫിക് നെയിമിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു റൂള്. ഇത്തരത്തിൽ മനുഷ്യന്റെ സയന്റിഫിക് നെയിം എന്താണെന്ന് ചോദിച്ചാൽ ഹോമോ സാപ്പിയൻസ് എന്നാണ്. ഹോമോ സാപ്പിയൻസ്. ഇതിൽ ഹോമോ ജീനസും സാപ്പിയൻസ് എന്താണ്, സ്പീഷീസുമാണ്. അത് ഓർത്ത് വെക്കുക. ഇനി റൂൾസ് ഓഫ് ബൈനോമിയൽ നോമൻക്ലേച്ചർ ആണ്. ബൈനോമിയൽ നോമൻക്ലേച്ചറിന്റെ റൂളുകളാണ്. ഒന്നാമത്തെ റൂള് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതിൽ എന്ത് വേണം, 2 പാർട്സ്, 2 പാർട്ട് വേണം. രണ്ടാമത്തെ റൂള് ഇതുപോലെ തന്നെ ഫസ്റ്റ് ജീനസ് നെയിമും ആൻഡ് സെക്കൻഡ് വേർഡ് എന്തായിരിക്കണം, സ്പീഷീസ് നെയിമും ആയിരിക്കണം. അത് അങ്ങനെ തന്നെ ആയിരിക്കണം. അത് നിങ്ങൾക്ക് ഇങ്ങനെ ഓർത്ത് വെക്കാം. ഫസ്റ്റ് ജീനസ് നെയിമാണ്, അപ്പൊ G1 ജി ഫസ്റ്റ്, സ്പീഷീസ് എന്താവണം, സെക്കൻഡ് ആവണം. ഇംഗ്ലീഷ് ആൽഫബറ്റിൽ ആദ്യം G ആണോ S ആണോ, ആദ്യം G ആണ്. അപ്പൊ ഫസ്റ്റ് വാക്ക് എന്താണ്, ജീനസ്. അപ്പൊ പിന്നെ സെക്കൻഡ് വാക്ക് എന്തായിരിക്കും, സ്പീഷീസ് ആയിരിക്കും. ഇതാണ് രണ്ടാമത്തെ റൂള്. മൂന്നാമത്തെ റൂള്, വെൻ റൈറ്റിംഗ് ദ സയന്റിഫിക് നെയിമിംഗ് ഇൻ ഇംഗ്ലീഷ്. സയന്റിഫിക് നെയിം ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ ദ ജീനസ് നെയിം ഷുഡ് ബിഗിൻ വിത്ത് ദ ക്യാപിറ്റൽ ലെറ്റർ. ജീനസ് നെയിം എപ്പോഴും ക്യാപിറ്റൽ ലെറ്റർ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യണം. ഇപ്പൊ ഇവിടെ തൊട്ട് മുമ്പത്ത് നോക്കൂ, ഹോമോ സാപ്പിയൻസ്. ഇതിൽ ജീനസ് ഏതാണ്, ഫസ്റ്റ് വാക്ക് ഹോമോ ആണ്. അതെപ്പോഴും എങ്ങനെ, ക്യാപിറ്റൽ ലെറ്ററിൽ സ്റ്റാർട്ട് ചെയ്യണം. ഈ H ക്യാപിറ്റൽ ആണോ സ്മോൾ ആണോ, ക്യാപിറ്റൽ ആണ്. അത് കറക്റ്റ് അങ്ങനെ തന്നെ എഴുതിയതാണ്. അല്ലെങ്കിൽ ഇങ്ങനെ എഴുതിയാൽ മതിയായിരുന്നു, ഹോമോ എന്ന് ഇങ്ങനെ എഴുതിയാൽ പോരെ. അങ്ങനെ പോരാ, അത് തെറ്റാണ്. കാരണം സയന്റിഫിക് നെയിം എഴുതുമ്പോൾ അതിനൊരു റൂൾ ഉണ്ട്, ജീനസ് നെയിം എപ്പോഴും ക്യാപിറ്റൽ ആയിരിക്കണം. പിന്നെ ഇത് പ്രിന്റ് ചെയ്യുമ്പോൾ, ഇത് പുസ്തകത്തിൽ അച്ചടിച്ച് പ്രിന്റ് ചെയ്യുമ്പോൾ എന്തായിരിക്കണം, ഇറ്റാലിക്സിൽ പ്രിന്റ് ചെയ്യണം. ഇറ്റാലിക്സ് മീൻസ് ഇത് ചെരിക്കണം. അത് നോക്കൂ, ഈ ഫോണ്ട് ഒന്ന് ചെരിഞ്ഞിട്ടുള്ള ഫോണ്ട് അല്ലേ, ആ രീതിയിൽ ചെരിച്ചിട്ട് എന്ത് ചെയ്യണം, സെറ്റ് ചെയ്യണം. ഇതാണ് ഇതിന്റെ റൂൾസ്. ഇത്തരത്തിൽ ടൈഗറിന്റെ സയന്റിഫിക് നെയിം പാന്തേറ ടൈഗ്രീസ് ആണ്. കോക്കനട്ടിന്റെ സയന്റിഫിക് നെയിം കൊക്കോസ് ന്യൂസിഫറയാണ്. സിമ്പിൾ ആയിട്ട് കണക്ട് ചെയ്യാം. ടൈഗർ, പാന്തേറ ടൈഗ്രീസ്. രണ്ടിലും ടൈഗർ, ടൈഗ്രീസ്. കോക്കനട്ട്, കൊക്കോ. അപ്പൊ കൊക്കോസ് ന്യൂസിഫറ. സിമ്പിൾ കണക്ഷൻ. ഓക്കെ, ഇനി ഡോഗിന്റെ സയന്റിഫിക് നെയിം എന്താണ്, കാനിസ് ലൂപ്പസ് ഫെമിലിയാരിസ് എന്നൊക്കെ ഓർത്ത് വെക്കുക. ഫെമിലിയാരിസ് എന്നാണ് വായിക്കുക, നിങ്ങൾ ഫാമിലി എന്ന് ആലോചിക്കുക. കാരണം നമ്മളെ ഫാമിലി മെമ്പറിനെ പോലെ കുറെ ആളുകൾ എന്ത് ചെയ്യാറുണ്ട്, പട്ടിയെ വീട്ടിൽ വളർത്താറുണ്ട് അല്ലേ. പട്ടിനെ ഭയങ്കര സ്നേഹിച്ചിട്ടൊക്കെ വളർത്തുന്ന ഒരു ഫാമിലി മെമ്പറിനെ പോലെ കണക്കാക്കുന്ന കുറെ പേരുണ്ട്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ ഇഷ്ടംപോലെ ആളുകൾ വീട്ടിൽ പട്ടിനെ വളർത്താറുണ്ട്. ഇപ്പൊ നിങ്ങളെ കുടുംബത്തിലോ അല്ലെങ്കിൽ നിങ്ങളെ കസിൻസൊക്കെ ആരെങ്കിലും അങ്ങനെ വളർത്തുണ്ടാവും. അപ്പൊ ആ രീതിയിൽ ആലോചിക്കുക, ഫാമിലി. അപ്പൊ കാനിസ് ലൂപ്പസ് ഫാമിലിയാരിസ് ഓർത്ത് വെക്കുക, ഒരു കണക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ. ഓക്കെ, അങ്ങനെയെങ്കിൽ എന്റെ മുത്തുമണികൾ സിംഹത്തിന്റെ സയന്റിഫിക് നെയിം ജസ്റ്റ് ഒന്ന് താഴെ കമന്റ് ചെയ്യുക. സോ സീ യു സൂൺ. വീണ്ടും കാണാം. നിങ്ങളുടെ സ്വന്തം അറക്കൽ.